ഇപ്പം നമ്മളിന്ന് നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇപ്പോഴൊക്കെ. നമ്മുടെ ഈ ഓർമ്മകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുക, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ മാപ്പ് ചോദിക്കണം. അതൊരു വലിയ പ്രത്യേക ബ്ലെസ്സിങ് ആണത്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ആരും പൂർണ്ണരൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അമ്മയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഈ കള്ളു കുടിച്ച് അപ്പം വരുന്നത് കാണുമ്പോൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പനോട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞു. അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായത്. ഇത് ദൈവം നമുക്ക് തരുന്നൊരു പ്രത്യേക കൃപയാണ്. നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ധ്യാനിക്കാം. മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും തലമുറയുടെ ശാപം നീക്കാൻ വിളിക്കപ്പെട്ടവന് ദൈവം കൊടുക്കുന്നൊരു പ്രത്യേക പാക്കേജ് ഉണ്ട്. ജോസഫിൻ്റെ പാക്കേജ് എന്ന് പറയും. അപ്പോൾ സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ നമുക്കുണ്ടാകും. നമ്മളത് സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ എൻ്റെ പിതാവ് മദ്യപാനമെല്ലാം ഉപേക്ഷിച്ചു. പിന്നീട് ദൈവസ്നേഹാനുഭവത്തിൽ ധ്യാനാനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്നെ പുരോഹിതനായിട്ട് പറഞ്ഞുവിടാൻ തീരുമാനമെടുത്തു. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് ധ്യാനത്തിന് വേണ്ടി പൊക്കോളാൻ പറഞ്ഞിട്ടാണ്. ഇടവപ്പള്ളി പരിപാടിക്കല്ല വിട്ടത്. അച്ഛനാവുകയാണെങ്കിൽ ധ്യാനത്തിന് പോയി പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞതാണ്. എൻ്റെ അപ്പം കള്ളുകൂടി നിർത്തിയതോടുകൂടി ആ നാട്ടിലെ ഷാപ്പ് പൂട്ടി. അത്രയും മിടുക്കനായിരുന്നു കുടിയുടെ കാര്യത്തിൽ. എനിക്കും നല്ല ഉറപ്പുണ്ട്. ഞാനിന്ന് ധ്യാന സമയത്ത് മദ്യപാനികളോട് പറയും, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കുടി നിർത്തിയാൽ കുടി നിൽക്കും. അതിന് ഘട്ടം ഘട്ടമായിട്ടൊന്നുള്ള സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കർത്താവിലാണ് വിശ്വസിക്കേണ്ടത്. അച്ഛന്മാരിലും വിശ്വസിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും. 100% ഉറപ്പാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പം പിന്നീട് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനോട് ഭയങ്കര വെറുപ്പും ദേഷ്യമായിരുന്നു. പുത്തൻ കുർബാന അർപ്പിക്കാൻ നിർത്തും. പൗരോഹിത്യമല്ല, പുത്തൻ കുർബാന സ്വീകരിക്കാൻ നിർത്തും. അപ്പം അന്ന് രാവിലെ ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പാകെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, അച്ഛൻ എന്നാ പറയുന്നത്? മെത്രാൻ തലയിൽ കൈവച്ച് പട്ടം നൽകിയിരിക്കുന്ന ആളുടെ തലയിലേക്ക് ഞാനാണ് കൈവെക്കണ്ടേ? ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ തലയിലേക്ക് ഇനി കൈവെക്കാൻ വേറെ ആർക്കും അധികാരമില്ല. പക്ഷേ ഞാൻ ജന്മം സ്വീകരിച്ചപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചതും എൻ്റെ ഈ ഷെയ്പ്പാക്കിയതും എന്നെ വളർത്തിയതും നിങ്ങളൊക്കെയാണല്ലോ. ഞാനൊരു ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ബലിയർപ്പണം നിങ്ങളുടെ മുമ്പിലാകട്ടെ എന്ന് ഓർത്തിട്ടാണ്. സ്നേഹമുള്ളവർ, ഞാൻ ഇന്നും പറയുന്നു, എൻ്റെ ആ പാവപ്പെട്ട അപ്പനും എൻ്റെ പാവപ്പെട്ട അമ്മയും അവരിരുന്ന് കരഞ്ഞുകൊണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞില്ല. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഈ പാവങ്ങളിരുന്ന് കരഞ്ഞ് തലയിലേക്ക് കണ്ണുനീരാണ് വീണത്. അന്നർപ്പിച്ച ബലി ഇന്നും തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് മാത്രമാണ്. നമ്മൾ ഈ പിള്ളേരെ കൂടി ഇരിപ്പുണ്ടല്ലോ, മിടുക്കൊക്കെ നല്ലതാണ് മക്കളെ. ഏത് പരിപാടിക്ക് പോകാൻ നേരത്താണ്, വിവാഹം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, പാവങ്ങളല്ലേടാ. നമ്മളൊക്കെ ഇത്രയൊക്കെ വളർത്തി തണ്ടും മിടുക്കും താടിയും മീശയും ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ. നമ്മളൊക്കെ ചങ്കും ബ്രോയൊക്കെ ആയല്ലോ. നമ്മൾ മോശക്കാരൊന്നും അല്ലല്ലോ. ഈ ഷെയ്പ്പും ഭാവമൊക്കെ ആയില്ലേ. പക്ഷേ അവരുടെ അനുഗ്രഹം കുടുംബത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബ്ലെസ്സിങ് ഇതൊന്നും നമ്മൾ അപമാനത്തിൻ്റെ ഭാഗമല്ല. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ഒത്തിരി ഉമ്മ കൊടുത്ത് പെട്ടിക്കകത്തിട്ട് കൊടയേണ്ടത്. ജീവിച്ചിരിക്കെ നല്ല ഉമ്മ ബോധത്തോടെ കൊടുക്കണം. ബോധം പോയിട്ടല്ല ഉമ്മ കൊടുക്കേണ്ടത്, നല്ല സ്നേഹത്തോടെ. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഒരു ചെറിയ ചോദ്യം നോക്കിയോ. നമ്മുടെ നന്ദികേടുകൾ നമുക്കറിയണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് എനിക്ക് ജന്മം നൽകിയതിന് എൻ്റെ അപ്പയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തവരാരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. നന്ദികേടിന് നമ്മൾ ഡോക്ടറേറ്റ് എടുത്തവരാണ് എല്ലായിടത്തും. എന്നിട്ട് നമ്മളിപ്പോൾ എന്നാ പറയുന്നത്? എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അത് ഭാര്യയ്ക്കും ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല. ഇതൊക്കെ മാറാൻ ഒറ്റ മൂലി ഇത്രയേ ഉള്ളൂ: മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകുക. നമുക്കൊരിക്കലും നന്ദികേട് ജീവിതത്തിൽ ഒരു സ്ഥലത്തും ലഭിക്കില്ല, ഉറപ്പ്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നോ നാട്ടുകാരുടെ കയ്യിൽ നിന്നോ ഒന്നും നമുക്ക് നന്ദികേടുണ്ടാകില്ല. ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തികൾ, നിങ്ങളൊക്കെ നാളെ അച്ഛന്മാരൊക്കെ ആവാൻ നേരത്ത് ഓർത്തോ, നിങ്ങളുടെ ഇടവകയിൽ നിന്ന് നന്ദികേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിനോടൊപ്പം തന്നെ കൊലപാതകം എന്ന പാപത്തിൻ്റെ മേഖലയിലേക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ മാരക പാപം എന്ന് പറയുന്നത് വെറുപ്പും വൈരാഗ്യമാണ്. ഒരു മനുഷ്യന് ജന്മം കൊടുക്കുന്നതും വളർത്തുന്നതും സ്നേഹമാണ്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നത്
അവൻ്റെ സാഹചര്യം നശിപ്പിച്ച് കളയുന്നത്, അവൻ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷമാണ്. ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ദൈവം എന്നാണ് പറയുന്നത്. ദൈവം സ്നേഹമാണ്, സ്നേഹം സമം ദൈവം, ദൈവം സമം സ്നേഹം. ജീവനെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ഞാൻ ജീവൻ്റെ അപ്പവുമാണ്, ഞാൻ നിങ്ങൾക്ക് വളർത്താനാണ്, നിങ്ങളെ ഉയർത്താനാണ് വന്നിരിക്കുന്നത്. പിശാചിനെക്കുറിച്ച് പറഞ്ഞത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനുമാണ്. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെറുപ്പ് പകരുമ്പോഴാണ്, വെറുപ്പ് ഉണ്ടാകുമ്പോഴാണ്, വെറുപ്പിൽ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും കിടപ്പുണ്ടോ? കൊലപാതകത്തിൻ്റെ ആത്മാവാണ് കിടക്കുന്നത്. കൊലപാതകിയിൽ ഒരിക്കലും നിത്യജീവൻ വസിക്കില്ല. 1 യോഹന്നാൻ 3:15-16 വചനമാണ്. കൊലപാതകിയിൽ ഒരിക്കലും നിത്യജീവൻ വസിക്കില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്, ദൈവത്തിൻ്റെ അറിവാണത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടത്തെയും അവിടെ നിന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വെറുപ്പ് വൈരാഗ്യമുള്ളൊരു വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ സാധിക്കില്ല. അതാണ് ഹെബ്രായർ 12:14 മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 വചനത്തിന് പറയുന്നുണ്ട്. മത്തായി 5:8 പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. വെറുപ്പ് വൈരാഗ്യമുള്ളവൻ ദൈവാനുഭവം ഉണ്ടാവില്ല. മാത്രമല്ല അതൊരു മനുഷ്യനെ നശിപ്പിക്കും. സ്വന്തം ശരീരത്തിൽ നശീകരണത്തിൻ്റെ കോശം കയറുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. വെറുപ്പും വൈരാഗ്യവും ഹൃദയത്തിൽ നിന്ന് പോകുന്നതോടുകൂടി ഒരുവിധം ക്യാൻസർ രോഗമെല്ലാം സുഖപ്പെടും. പലപ്പോഴും ധ്യാനത്തിലൂടെയും ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഈ കുമ്പസാരവും കഴിഞ്ഞ് രോഗശാന്തി പ്രാർത്ഥനയ്ക്ക് മുമ്പ് ക്ഷമിച്ച് കഴിയുമ്പോഴാണ് പലരുടെയും രോഗം വിട്ടുപോകുന്നത്. അനേക അനുഭവങ്ങൾ അതിലൂടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യനെ സ്വയം നശിപ്പിക്കുന്ന ആസിഡിന് തുല്യമാണ് വെറുപ്പ്. ആസിഡിൻ്റെ പ്രത്യേകത ഇരിക്കുന്ന സ്ഥലവും നശിപ്പിക്കും, ചെല്ലുന്ന സ്ഥലവും നശിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിൽ നശീകരണത്തിൻ്റെ ഒരു വിത്താണ് വെറുപ്പെന്ന് പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പിശാചിനെ ചുമന്നുകൊണ്ട് നടക്കുക, പിശാചിനെ കൈവശം വെക്കുക എന്നതാണ് വെറുപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യമുണ്ടോ, നീ കൊലപാതകിയാണ്. കൊലപാതകിൽ നിത്യജീവൻ വസിക്കില്ല. മാത്രമല്ല ദൈവം കായേനോട് ചോദിച്ചതുപോലെ നീ ആരെ വെറുക്കുന്നുവോ അവൻ്റെ ജീവന് നീ ഉത്തരവാദിയാണ്. നമ്മൾ ഈ ആളുകളൊക്കെ നമ്മളെ എങ്ങനെ എന്നെ വെറുത്തു, എന്നെ നശിപ്പിച്ചു, എന്നെ ഇല്ലാതാക്കി, എന്നെ ദുഷിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വെറുപ്പ് അത് നശിപ്പിക്കാനാണെങ്കിൽ അതിലൊരു ജീവൻ ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ ജോസഫിനെ വെറുത്തുവെങ്കിലും ജോസഫ് പറയുന്നൊരു വാക്ക് ഉൽപ്പത്തി 45 പറയുന്നത്, സഹോദരങ്ങളെ, നമുക്ക് ദാരിദ്ര്യമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, പ്രയാസമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഈജിപ്തിലേക്ക് വിട്ടതാണ്, നിങ്ങളെന്നെ വിറ്റതല്ല. ഇതാണ് കൃപയുള്ളവൻ്റെ നിലപാട്. മത്തായിയുടെ സുവിശേഷം 5:43 ഇത് തന്നെയാണ് ക്രിസ്തു പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുവാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹം അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകും. ജീവൻ ഉണ്ടാകുന്നത് ക്ഷമയിലൂടെയാണ്. അപ്പോൾ വെറുപ്പുണ്ടാകുമ്പോൾ അത് നശീകരണമാണ്, കൊലപാതകമാണ്, പിശാചിൻ്റെ കൂടാരമാണ്. നരകത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: കരച്ചിൽ, പല്ലുകടി. കരച്ചിൽ നഷ്ടബോധം, പല്ലുകടി വെറുപ്പും വൈരാഗ്യം. അത് കുടുംബത്തിലാണെങ്കിലും ശരി, വ്യക്തിജീവിതത്തിലാണെങ്കിലും ശരി, കരച്ചിലും പല്ലുകടിയും, ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, കോപം. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സങ്കീർത്തനം 4 ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ രമ്യതപ്പെടുക. അവിടെ ധാന്യത്തിനേക്കാളും വീഞ്ഞിനേക്കാളും ലഭിച്ച സമാധാനം, സന്തോഷവും നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. കൊലപാതകം എന്ന് പറയുന്നത് 1 വെറുപ്പ്, 2 വൈരാഗ്യം, 3 ഈ പക. ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. മത്തായി 5:21 വചനത്തിൽ പറയുകയാണ്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ, സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ, സഹോദരനോട് വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ കൊലപാതക തുല്യമായ പാപത്തിന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. കള്ളു കുടിക്കുന്നത് മാത്രമല്ല നരകത്തിൽ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സമാജം കൂടുമ്പോൾ മറ്റേ പാർട്ടി നമുക്കിട്ട് കാണിച്ച് മോശമായി പോയി എന്ന് പറഞ്ഞാൽ
കുടിച്ചവനും സമാജം കൂടിയവനും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നെങ്കിൽ, നിസ്സാര എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ മതിയെന്ന് പറയുന്നത് നരകത്തിന് തുല്യമായ പാപത്തിന്. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ച് നരകത്തിൽ പോകുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നറിയാമോ? നിൻ്റെ ജീവിതത്തിൽ സമാധാന സന്തോഷം അനുഭവിക്കാൻ നിനക്കൊരിക്കലും സാധിക്കില്ല. കൂടെയുള്ളവനെ നിസ്സാരനായി കാണുന്നവൻ ഒരിക്കലും ദൈവാനുഭവം ഉണ്ടാകില്ല. സഹോദരങ്ങളെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ആദമിന് സ്വന്തമായിരുന്നു പറുദീസ. ആദമിന് എങ്ങനെയാണ് പറുദീസ നഷ്ടപ്പെട്ടത്? എങ്ങനെ നഷ്ടപ്പെട്ടെ? ദൈവസന്നിധിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാനല്ല പ്രതി, ഹവ്വായാണ് പ്രതി എന്ന് പറഞ്ഞു. കൂടെയുള്ളവനെ നിന്ദിച്ചു, കൂടെയുള്ളവനെ ചവിട്ടി പുറത്താക്കി, കൂടെയുള്ളവനെ ഔട്ടാക്കി. ആദം എവിടെ നിന്ന് പോയി? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയി. കൂടെയുള്ളവനെ പുറത്താക്കി നമ്മൾ ആരും ഏദൻ തോട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. അത് കുടുംബത്തിലാണെങ്കിലും കൊള്ളാം, സഭയിലാണെങ്കിലും കൊള്ളാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറുദീസായി കയറാത്തതിൻ്റെ കാരണം നാട്ടുകാരും വീട്ടുകാരും അല്ല, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ചവിട്ടി പുറത്താക്കുന്നതുകൊണ്ടാണ് പറുദീസാനുഭവം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ധ്യാനത്തിലൂടെ പറുദീസാനുഭവം വേണമെങ്കിൽ കൂടെയുള്ളവനെ ചേർത്ത് പിടിക്കുക, കുറവുകൾ പൊറുക്കുക. യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, അറിവില്ലായ്മ കൊണ്ടാണ്, അങ്ങ് പൊറുക്കണമേ. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പുത്രൻ കുരിശോളം മാത്രമല്ല, ഉത്ഥാനം കഴിഞ്ഞും അവൻ ഉയർത്തെഴുന്നേറ്റ് എല്ലാ നാമത്തിനുപരിയായി നാമം ഉയർത്തപ്പെട്ടു. നമ്മളൊന്നും ഉയർത്തപ്പെടാത്തതിൻ്റെ കാരണം, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടാത്തതിൻ്റെ കാരണം വെറുപ്പും വൈരാഗ്യം കൂടെയുള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യാനിക്ക് വെറുപ്പും വൈരാഗ്യമില്ലേ, അവനെ ഈ ഭൂമി തൊടാൻ ആർക്കും അധികാരമില്ല. ആവർത്തനം 28:10 പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നാമം ഉള്ളത് കൊണ്ട് ജനതകൾ ഭയന്ന് വിറയ്ക്കും. ഇന്ന് ക്രിസ്ത്യാനി പേടിപ്പിക്കാൻ കാരണം എന്നാണെന്നറിയോ? പിശാചിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ്, വെറുപ്പും വൈരാഗ്യത്തിലും നടക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൊലപാതകത്തിൻ്റെ ആത്മാവ് വിട്ടുപോകാൻ വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കോപം നന്നായി ധ്യാനിക്കുക. അത് കുമ്പസാരത്തിൽ ഏറ്റുപറയുക, ബന്ധങ്ങൾ നേരെയാക്കുക. രണ്ടാമത്തെ കൊലപാതകത്തിൻ്റെ മേഖല അബോർഷനാണ്, ജീവനെതിരായിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കൊലപാതകത്തിൻ്റെ മറ്റൊരു മേഖലയാണ് നാവെന്ന് പറയുന്നത്. കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം കത്തി. നാവ് നല്ല ഒന്നാന്തരം കത്തിയാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും കഷ്ടപ്പെടണ്ട, ഒന്ന് മൂളിക്കൊടുത്താൽ മതി. ചില വിവാഹാലോചന വരാൻ നേരത്ത് നമ്മളോട് ഫോൺ വിളിച്ച് ചോദിക്കും, സഹോദരി, നമ്മുടെ തൊട്ട അയൽവാസി എങ്ങനെയുണ്ട്, അല്ല നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന കുടുംബം എങ്ങനെയുണ്ട്, ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ കൂമ്പ് നമ്മൾ വെട്ടിക്കൊടുത്തുന്നുണ്ട്. ഇത്രയും മതി നമ്മൾ. ഒരു വ്യക്തിയെക്കുറിച്ച് പരനെ ദൂഷിച്ചാൽ പരദൂഷണം, ഏഷണി, പരദൂഷണം കൊലപാതക തുല്യ പാപമാണ്. മറ്റൊരു വ്യക്തിയെ നമ്മൾ ചോട് വെച്ച് വെട്ടിക്കളയുന്ന പണിയാണത്. വളർത്താത്തവൻ അത് നശിപ്പിക്കാൻ വരുന്നവനാണ്. അത് പിശാചാണെന്ന് യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് പരദൂഷണമായാലും ഏഷണിയാണെങ്കിലും കോപം ഉള്ളിൽ വെച്ചുകൊണ്ട് മുഖസ്തുതി പറയുന്നത് മാരകമായ പാപമാണ്. അതോടൊപ്പം തന്നെ ഉള്ള കാര്യമാണ് പറയുന്നത്. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ വിധിക്കുന്ന ആൾക്കാർ. റോമ 2:4, മത്തായി 7:1 ഇതിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യും. നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാതാപിതാക്കളെ വിധിച്ചാൽ നാളെ ആ കെണി ചെന്ന് പെടും. ഇതൊരു കെണിയാണ്, വിധി ഒരു കെണിയാണ്. നമ്മൾ ആരെയും വിധിക്കരുത്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന പൗരോഹിത്യത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും മാതാപിതാക്കളെ ആണെങ്കിലും കർത്താവ് പറയുന്നു, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയേണ്ട, അറിയാമെങ്കിൽ മാത്രം പറയുക. വിധി വരുന്നത് അഹങ്കാരത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നുമാണ്. യാക്കോബ് 4:11. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. അപ്പൻ കള്ളു കുടിച്ച് നടക്കുന്നതിൻ്റെ പേരിൽ മക്കൾ വിധിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അദ്ദേഹം അപ്പന് 5-6 ഏക്കർ ഭൂമിയുണ്ട്. മക്കളുടെ കല്യാണ സമയത്ത് 1/2 ഏക്കർ ഭൂമി വിറ്റ് മകളെ കെട്ടിച്ചു. അപ്പോൾ ആങ്ങളെ പറഞ്ഞു, അപ്പൻ്റെ ഒടുക്കത്തെ കുടി കാരണമാണ് എനിക്കും കൂടി അവകാശപ്പെട്ട ഭൂമി ദേണ്ട അപ്പം വിറ്റ് കളഞ്ഞു. ഈ കുടിയൻ കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചത്. അപ്പനെ വെറുത്തു, അപ്പനെ വിധിച്ചു. അപ്പം മരിച്ചു. കാലങ്ങൾക്ക് ശേഷം ഈ വിധിച്ച മകൻ അവൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ അപ്പൻ തന്ന സ്വകര സ്വത്തും വിറ്റു. മാത്രമല്ല കല്യാണത്തിന് കുടിയന്മാർക്ക് മാത്രമായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്, ബാക്കിയെല്ലാം പുറത്തു പോയിക്കൊള്ളാൻ പറഞ്ഞു.
വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യും. അമ്മായിയമ്മ വിധിക്കല്ലേ, തള്ള എന്ന വാക്ക് പറഞ്ഞ് കയ്യിലിരിപ്പ് മോശമാണെന്ന് പറയല്ലേ, നീയും അത് തന്നെ ചെയ്തു കൂട്ടും. ഭർത്താവിനെ വിധിക്കല്ലേ, വീട്ടുകാരെ വിധിക്കല്ലേ. വിധിച്ചാൽ വിധി കെണിയാണ് ചെന്ന് പെടുന്നത് അറിയാൻ പറ്റില്ല. നിന്ന നിസാരമല്ല, വിധി നിസാരമല്ല, അസൂയ നിസാരമല്ല. ഇതെല്ലാം മാരക പാപങ്ങളാണ്. അതിനെക്കുറിച്ച് ആഴത്തിൽ പശ്ചാത്തപിക്കണം. ഈ വികാരങ്ങളുണ്ടെങ്കിൽ നല്ല കുമ്പസാരം നടത്തണം. അപ്പം മാരക പാപങ്ങൾ കിടക്കുന്ന കാര്യങ്ങളാണ്, കൊലപാതകത്തിൻ്റെ പാപത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മാരക പാപങ്ങളിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 1, ജോലി ചെയ്യിപ്പിച്ച് കൂലി കൊടുക്കാതിരിക്കുക. മാരക പാപമാണത്. വയനാട്ടിൽ ഒത്തിരി കർഷകരുണ്ട്, അധ്വാനിക്കുന്നവരുമാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള കൃഷിക്കാരുമാണ് അവർ. പക്ഷെ പലരും രക്ഷപ്പെടുന്നില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്നറിയോ? അവിടെ പണിക്കാരെ കിട്ടണമെങ്കിൽ മദ്യം വാങ്ങിക്കൊടുക്കണം, കുപ്പി വാങ്ങിക്കൊടുക്കണം. 350 രൂപ അല്ലെങ്കിൽ 500 രൂപ കൂലി കൊടുക്കുന്നതിനേക്കാൾ ആൾക്കാർക്കിഷ്ടം ഒരു കുപ്പി കിട്ടിയാൽ മതി. പല സ്ഥലങ്ങളിലും ഈ പണിക്കാരെയും കൊണ്ട് പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ഓരോ, അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മൂലവെട്ടി ഒരു ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. സ്നേഹമുള്ളവരെ, വല്ലവൻ്റെ ആരോഗ്യം ചാരായത്തിൽ ഊറ്റി പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ ആ പണം അവൻ്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇത്തരത്തിൽ കാശ് സമ്പാദിക്കുന്നവൻ്റെ മക്കൾ കാണിക്കുന്ന പണി, ഈ 1000-ൻ്റെയും ഒക്കെ നോട്ട് ഇറങ്ങിയ സമയത്ത്, 2000 രൂപ അടുത്തിടേ ഉള്ളൂ, 1000-ൻ്റെ നോട്ടൊക്കെ മുൻപ് ഇറങ്ങിയ സമയത്ത് ഇഞ്ചിക്കൃഷി നടത്തിയ പല പിള്ളേരും വിലയെന്നാന്ന് മനസ്സിലാകാതെ കളിച്ച അനേക കുടുംബങ്ങളെ അറിയാൻ പറ്റും. ആക്സിഡൻറ്റ് പറ്റിയും പലതും മരണപ്പെട്ടും നിത്യരോഗികളായി തീർന്ന എത്രയോ അനുഭവങ്ങൾ. ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കൊള്ളാം, മാന്യമായി കൂലി കൊടുത്ത് വിട്ടേക്കുക. തിരിച്ചൊരു പരിപാടിയുണ്ട്, എന്നാണെന്നറിയാമോ? പണിയെടുക്കാതെ കൂലി എഴുതി വാങ്ങുന്ന പണിയുണ്ടല്ലോ, നമ്മുടെ ഓഫ് പോകാതെ പിന്നെ അടുത്ത തന്നെ ജോലി ലീവാകാതെ ഈ ഒപ്പിച്ചു വിടുന്ന പണിയുണ്ടല്ലോ, അതും അതിൻ്റെ പണവും നമുക്കോ നമ്മുടെ മക്കൾക്കോ ഉപകാരപ്പെടാൻ പോകുന്നില്ല. അധ്വാനിക്കാതെ കൂലി വാങ്ങുന്ന പണിയും അധ്വാനിച്ചിട്ട് കൂലി കിട്ടാതിരിക്കുന്നതും മാരക പാപത്തിൽ വേണം. ഇതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുക, ധനവാന്മാർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ പിടിച്ചു വെച്ച കൂലിയുണ്ടല്ലോ, നിങ്ങൾക്കെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യമല്ല. ഈ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി അനുഭവം അച്ഛന് പറയാനായിട്ടുണ്ട്. മറ്റുള്ളവൻ്റെ പണം പിടിച്ചു വെച്ച്, പ്രത്യേകിച്ച് കൂലി പിടിച്ചു വെച്ച് ലാഭം ഉണ്ടാക്കിയവൻ്റെയൊക്കെ ഗതികേട് ഒന്നുകിൽ വക്കീലിൻ്റെ കൈ കൊടുത്ത് തീർക്കും, അല്ലെങ്കിൽ ആശുപത്രി കൊടുത്ത് തീർക്കും, ഇല്ലെങ്കിൽ ബ്ലേഡുകാരടിച്ചുകൊണ്ട് പോകും. അല്ലാതെ ഇത് വേറെ ആർക്കും തലമുറയ്ക്കുണ്ടാകില്ല. ദൈവം സമ്പാദിക്കുന്നതും ദൈവം തരുന്നതും കർത്താവ് വീട് പണിയുന്നതും നിത്യതയിലേക്കും ഈ ഭൂമിയിൽ അനന്തതയിലേക്കുമാണ്. നമ്മുടെയൊക്കെ പണം നിലനിൽക്കാതെ പോകുന്നതിൻ്റെ കാരണം അവിശ്വസ്തമായ അനേകരുടെ കണ്ണുനീരുകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പണം നമ്മുടെ കയ്യിലും വന്നു ചേരുന്നതുകൊണ്ടാണ്. കൈവിടവിൻ്റെ കുഴപ്പം കൊണ്ടല്ല, കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണ് പണം നഷ്ടപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് ഈ മേഖലയിൽ വിശ്വസ്ത പുലർത്തുക. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. മറ്റൊരു മാരക പാപമാണ് മദ്യപാനം. അച്ഛൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പുകവലി, മദ്യപാനം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. പെന്തിക്കോസ്തി ദിവസം സഭയിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം താഴോട്ട് നോക്കി, എനിക്ക് വസിക്കാൻ എവിടെയാണ് സ്ഥലമുള്ളത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യകമറിയം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് മാലാഖ വചനം വഴി ആവസിച്ച് യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലായ നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ശരീരമാക്കി അവന് വസിക്കുന്ന ഡെല്ലിങ് പ്ലേസ് എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ് നമ്മൾ. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിയുന്നില്ലേ? ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഓരോരുത്തരും. പെന്തിക്കോസ്തിയിൽ ബലിപീഠത്തിൽ വസിക്കുന്ന, വിശുദ്ധ കുർബാനയിലിരിക്കുന്ന, വിശുദ്ധന്മാരിൽ വസിക്കുന്ന ആ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. എങ്കിൽ ആ ശരീരം പാവനമായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. നമുക്കറിയാലോ, ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിംബോളിക്കായിട്ട് പറയുന്നൊരു കാര്യം പ്രാവാണ്. പ്രാവിനൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുകൂടുന്ന എവിടെയാണ്?
അധികവും സമാധാനമുള്ള സ്ഥലത്ത്. പള്ളിപ്രാവ് എന്നൊക്കെയല്ലേ പറയുന്നത്. പള്ളിയും പ്രാർത്ഥനയും ആരാധനയും ഉള്ളിടത്തേക്ക് ഇത് വന്ന് കൂടാറുള്ളൂ. എല്ലാ വീട്ടിലും എല്ലായിടത്തുനിന്നും കൂടാറില്ല. ശാന്തതയും സമാധാനമുള്ളിടത്ത് അതവിടെ നഷ്ടപ്പെട്ട മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോകും. ആത്മാവിൻ്റെ പ്രത്യേകത ഇതാണ്. പരിശുദ്ധമായൊരു ശരീരത്തിൽ മാത്രമേ ആത്മാവ് വസിക്കുകയുള്ളൂ. അതുകൊണ്ട് മദ്യപാനം, പുകവലി, സ്ത്രീകൾ പണ്ടൊക്കെ കള്ളുകൂടി പറയുമ്പോൾ തലകുനിക്കുന്ന പാർട്ടികളായിരുന്നു. എന്നാൽ ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ബാശാൻ പശുക്കൾ എന്ന് പറയുന്ന വർഗം ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്. ഈ അടുത്തിടെയായിട്ട് ഇപ്പം ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ചില സ്പെഷ്യൽ വൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഗോൾഡൻ പേപ്പർ ചുറ്റി, ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പിള്ളേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മക്കളെ ഇത് ബേക്കറിയിൽ ഇരിക്കുന്നതാണ്, ബീവറേജിൻ്റെ ലൈസൻസ് വേണ്ടെന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്നാലും കാണരുത്, കണ്ടാൽ പ്രശ്നമുണ്ടാകും, കുടിച്ചാൽ പ്രശ്നമുണ്ടാകും. നമ്മുടെ സഹോദരിമാർ, പിള്ളേർ ടൂറ് പോകാൻ നേരത്തും അത്യാവശ്യം വീര്യം കുറഞ്ഞതാണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ആദ്യം കുടിച്ച് പിന്നെ ഡോസ് കൂട്ടി പിന്നെ ഷാമ്പയിനും പിന്നെ കുപ്പി മാത്രമായി പിന്നെ ബീറ് മാത്രമായി വളർന്ന പിള്ളേർ ഇപ്പോൾ അത്യാവശ്യം 1-2 പെഗ്ഗല്ല, കുപ്പി കിട്ടിയാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അതപ്പതിച്ചിട്ടുണ്ട്, ബാശാം പശുക്കളായിട്ടുണ്ട്. നമുക്ക് പിന്നെ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലൈസൻസ് കിട്ടിയ പോലെയാണ് നമുക്കിരിക്കുന്നത്. ഏതാണ്ട് ബീവറേജിൻ്റെ മൊത്തം ഹോൾസെയിൽ കിട്ടിയത് നമ്മളാണെന്നുള്ള ഭാവത്തിലാണ്. നമ്മുടെ അവകാശം ആണല്ലേ, വലിക്കും കുടിക്കും. ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹഗ്ഗായി 1 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നീ മനസമാധാനത്തോടെ കിടക്കുമെന്ന് വിചാരിക്കണ്ട, നിൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട, നിൻ്റെ പണം കയ്യിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം, സദൃശവാക്യങ്ങളുടെ പുസ്തകം 23:20, വീഞ്ഞ് നൊരഞ്ഞ് പൊങ്ങുന്നത് നോക്കിയിരിക്കരുത്. ഞാൻ കുടിക്കുന്നില്ല, കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നീ കൂട്ടു പോകരുത്. അത് നിന്നെ സർപ്പത്തെ പോലെ കടിക്കും, നീ അതിന് വശംവദനാകേണ്ടി വരും. പിന്നീട് നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിപ്പോകും, കണ്ണുകൾ അന്ധമായി പോകും. നീ പറയും, എന്നെ ഒത്തിരി തല്ലി, എനിക്ക് മനസ്സിലായോ എന്നാന്ന്, ഇതായിരുന്നു എന്ന് പറയും. തല്ലി ഏറ്റില്ലെന്ന് പറയും. സ്നേഹമുള്ളവരെ, കാഴ്ചപ്പാട് മങ്ങിപ്പോകും. നീ കടലിൽ അകപ്പെട്ടവനെ പോലെ ദിക്കും വെളിവും നഷ്ടപ്പെട്ടു പോകും. മദ്യപാനം സ്ഥിരമായാൽ, ഇപ്പോൾ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് ബൈബിൾ നേരത്തെ എഴുതി വെച്ചു, പിന്നെ ശാസ്ത്രം കൂടി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പലർക്കും ബോധം വേണേക്കണത്. ബ്രെയിൻ തകരാറാകും, സംശയരോഗങ്ങൾ, കുടുംബജീവിതത്തിലെ ബലഹീനതകൾ, പ്രത്യേകിച്ച് ലൈംഗിക മേഖലയിൽ, കുടുംബജീവിതത്തിൽ അണ്ടർസ്റ്റാൻഡിങ് മേഖലകളിലെല്ലാം വീഴ്ചകൾ വരും. കള്ളുകൂടി പരിധി വിട്ട് കഴിയുമ്പോഴാണ് ഭാര്യയും മക്കളും ഒറ്റക്കെട്ടാണ്, ഞാൻ പുറത്താണെന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടാകാൻ തുടങ്ങുന്നത്. കുടുംബത്തിൽ വിലയില്ലെന്നും പട്ടിക്ക് തുല്യമാണെന്നും വീട്ടിൽ വിലയുണ്ടാക്കാനാണ് കള്ളു കുടിക്കുന്നതെന്ന് പറയുന്ന ന്യായവാദങ്ങൾ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, മദ്യപാനം, കർത്താവ് പറയുന്ന ജോയൽ 2:13, മദ്യപനെ ഉണർന്നിരുന്ന് വിലപിക്കുക. റോമ 13:13, സുബോധമുള്ളവനെ പകലിൽ എന്നവണ്ണം നീ നടക്കുക. ഗലാത്യ 5:19, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിൻ്റെ കൂട്ടുകാരനെന്ന് പറയുന്നവൻ മദ്യപാനിയാണെങ്കിൽ അവനുമായിട്ടൊരു ബന്ധവും നിനക്ക് വേണ്ട. നാട്ടിലെ മുഴുവൻ കുടിയന്മാരുടെ കാര്യം പറഞ്ഞിട്ടില്ല. നിൻ്റെ കൂട്ടുകാരനെന്ന് വിളിക്കപ്പെടുന്നവൻ, നിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മദ്യപാനത്തിൻ്റെ മേഖലകളിൽ ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക, അനുതപിക്കുക. മദ്യപാനികളെ മാനസാന്തരപ്പെടുത്താനുള്ള എളുപ്പം വഴി അച്ഛൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉപദേശം നിർത്തുക. കുടിക്കരുത് കേട്ടോ എന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കുടിച്ചാൽ കരൾ പോകുമെന്ന്. പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ? ഉപദേശിക്കുകയേ വേണ്ട. ഉപദേശം കൊണ്ട് ഒരു കാര്യമില്ല. പകരം ചെയ്യേണ്ടത് ബൈബിളിൽ മദ്യപാനികളെക്കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് വെറുതെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. വെറുതെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം എൻ്റെ കുടുംബത്തിൽ പ്രാവർത്തികമാകട്ടെ. മദ്യപാനിയുടെ വചനങ്ങളെല്ലാം കണ്ടുപിടിച്ച് നീ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ അരൂപി, ഹോസിയ 5:4-12 മദ്യപാനത്തിൻ്റെ അരൂപി കുടുംബത്തിന് വിട്ടുപോകും. കൊലപാതകത്തിൻ്റെ മേഖലയിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. മദ്യപാനം വഴി ശരീരത്തെ മലിനപ്പെടുത്തിയിട്ടുണ്ടോ? വെറുപ്പ്, വൈരാഗ്യം വഴി ദൈവാത്മാവിന് ഇരിക്കാൻ സാധിക്കാതെ പരിശുദ്ധാത്മാവ് വേദനിച്ചിട്ടുണ്ടോ? നാവുകൾ മറ്റുള്ളവൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടോ?
ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പും വൈരാഗ്യം വഴി ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവെ, പാവങ്ങളോർത്ത് പശ്ചാത്തപിക്കാൻ എന്നെ അനുവദിക്കണമേ, ഉപേക്ഷിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം.